മക്കളോടൊപ്പം 50-ാം വർഷത്തെ അവരുടെ സ്നേഹവും പങ്കാളിത്തവും എന്ന ഈ നാഴികക്കൽ ആഘോഷിക്കാൻ വന്നതിന് എല്ലാവർക്കും മുൻകൂട്ടി പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്ന് അവരുടെ 5 പതിറ്റാണ്ടുകളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പകർന്നു നൽകിയ മൂല്യങ്ങളെയും പാഠങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ ഞങ്ങളുടെ അപ്പയ്ക്ക് ഒരു മികച്ച കരിയർ ഉണ്ടായിരുന്നു. അഭിഭാഷകനായ ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ചു, മനുഷ്യാവകാശ കമ്മീഷനെ നയിച്ചു, അഖിലേന്ത്യാ YMCA നയിച്ചു. സമൂഹത്തിന് അപ്പ നൽകിയ സംഭാവനകൾ ചെറുതല്ല. എന്നാൽ അപ്പയുടെ പ്രൊഫഷണൽ അംഗീകാരങ്ങൾക്കൊപ്പം അപ്പ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും നല്ല സമ്പത്ത് അപ്പയുടെ സ്വഭാവമാണ്. അപ്പ ഞങ്ങളെ താഴ്മ പഠിപ്പിച്ചു. എത്ര ഉയരത്തിലെത്തിയാലും ദയയിലും ലാളിത്യത്തിലും വേരൂന്നിരിക്കണമെന്ന് അപ്പ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതുവരെ ലഭിച്ചിട്ടുള്ള സമ്പത്തിനും സൗഭാഗ്യത്തിനും സംതൃപ്തരായിരിക്കണം എന്നും അപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മറുവശത്ത് ഞങ്ങളുടെ അമ്മ ക്ഷമയുടെയും കൃപയുടെയും പ്രതിരൂപമാണ്. ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പലഹാരം വേണമെന്ന് പറഞ്ഞാൽ ഏതറ്റം പോയി അശ്രാന്ത പരിശ്രമം നടത്തി. അതുകൊണ്ടാക്കി ഞങ്ങളുടെ പുഞ്ചിരി കാണാൻ അമ്മ അങ്ങേയറ്റം പരിശ്രമിച്ചു. അമ്മയുടെ നിസ്വാർത്ഥതയും അർപ്പണബോധവും യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്തതാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ സുവർണ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം പങ്കിട്ട സ്നേഹത്തിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയ സ്നേഹത്തിനും മൂല്യങ്ങൾക്കും പ്രചോദനത്തിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ മക്കളായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇനിയും എന്റെ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ സന്നിധരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളും നിങ്ങൾ ഓരോരുത്തരെയും ഈ വിരുന്നിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന്